എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ 10ാമത്തെയും അവസാനത്തെയും കഥയാണ്. കരാളമുഖൻ എന്ന മുതലയുടെ അപേക്ഷ പ്രകാരം രക്തമുഖൻ എന്ന കുരങ്ങൻ പറഞ്ഞ കഥയാണിത്. ഒരിടത്ത് ചിത്രാംഗൻ എന്നൊരു പട്ടിയുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ താമസിക്കുന്ന നാട്ടിൽ വല്ലാതെ ക്ഷാമം ബാധിച്ചു. ചിത്രാംഗൻ വിശപ്പ് സഹിക്കാതെ നാട് വിട്ടുപോയി ഒരു നഗരത്തിലെത്തി. അന്നാട്ടിലെ ഗൃഹനായികമാർ അശ്രദ്ധ മൂലം തുറന്നിടുന്ന അടുക്കള വാതിലിൽ കൂടി അകത്തുകടന്ന് ചിത്രാംഗൻ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നുപോന്നു. ഒരു നാൾ അവൻ ഒരു വീട്ടിൽ നിന്നും പുറത്തു കടന്നപ്പോൾ അന്നാട്ടിലെ അനവധി പട്ടികൾ ഓടി വന്ന് അവനെ വളഞ്ഞ് കടിച്ചു കുടഞ്ഞ് മുറിപ്പെടുത്തി. ചിത്രാംഗൻ അവശതയോടെ ആലോചിച്ചു, സ്വന്തം നാട് തന്നെയാണ് നല്ലത്. ക്ഷാമമുണ്ടെങ്കിലും ആരും പോരടിക്കാൻ വരികയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. തുടർന്ന് അവൻ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. മറുനാട്ടിൽ പോയി വന്ന അവനെ കണ്ട് ബന്ധുമിത്രാദികൾ ചുറ്റും കൂടി വർത്തമാനങ്ങൾ അന്വേഷിച്ചു. ചിത്രാംഗൻ പറഞ്ഞു, വിദേശത്ത് പലതരം ഭക്ഷണപദാർത്ഥങ്ങൾ ധാരാളമുണ്ട്. ഗൃഹനായികമാർ ശ്രദ്ധ കുറഞ്ഞവരായതിനാൽ കിട്ടാനും പ്രയാസമില്ല. പക്ഷേ സ്വജാതിക്കാർ എതിരാണെന്നു മാത്രം. രക്തമുഖൻ ചിത്രാംഗൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. തുടർന്ന് സുഹൃത്തിൻ്റെ ഉപദേശം കേട്ട കരാളമുഖൻ വീട്ടിലെത്തി ശത്രുവിനോട് പടവെട്ടി അവനിൽ നിന്ന് സ്വന്തം ഗൃഹം തിരിച്ചെടുത്തു. തുടർന്ന് അവൻ വളരെ കാലം സുഖമായി ജീവിച്ചു. പഞ്ചതന്ത്രത്തിലെ 4ാമത്തെ തന്ത്രമായ ലബ്ധപ്രണാശത്തിലെ കഥകൾ ഇവിടെ തീരുകയാണ്. 5ാമത്തെ തന്ത്രമായ അപരീക്ഷിത കാരകത്തിലെ കഥകൾ അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തുടങ്ങാം.